ആലപ്പുഴ നൂറനാട് പിതാവും രണ്ടാനമ്മയും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച 4ാം ക്ലാസ്സുകാരിയെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരിൽ പോയി സന്ദർശിച്ചു. കുട്ടിയുടെ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തുമെന്നും ഈ വിഷയത്തിൽ ഗൗരവമായ ഇടപെടൽ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചാരുമൂടുള്ള കുട്ടിയുടെ മുത്തശ്ശിയുടെ വീട്ടിലെത്തിയാണ് വിദ്യാഭ്യാസ ഡയറക്ടർക്കും MLAയ്ക്കുമൊപ്പം മന്ത്രി കുട്ടിയെ സന്ദർശിച്ചത്. കുട്ടിയെ കണ്ട ശേഷം വികാരനിർഭരമായ പോസ്റ്റ് മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ആ കുഞ്ഞുമോളെ നേരിൽ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ ഒരുപാട് വേദന തോന്നി. സംഭവത്തിന്റെ ആഘാതത്തിലും നിറഞ്ഞ ചിരിയോടെയാണ് അവൾ എന്നോട് സംസാരിച്ചത്. വാപ്പിക്ക് ചെറിയൊരു തെറ്റുപറ്റിയെന്നും ക്ഷമിക്കണമെന്നും അവൾ പറഞ്ഞു. ആ കുഞ്ഞ് നിഷ്കളങ്കമായി പറയുമ്പോൾ സ്നേഹമെന്ന വികാരം എത്രത്തോളം ശക്തമാണെന്ന് താൻ തിരിച്ചറിഞ്ഞതായി മന്ത്രി കുറിച്ചു. യഥാർത്ഥത്തിൽ ആ മകള് ഇരുന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഈ ക്രൂരത കാണിക്കാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥയിൽ എത്തുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് ഞങ്ങളെല്ലാം കൂടെ ഇവിടെ വന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഇത് ഒരാഴ്ച കഴിയുമ്പോൾ തേഞ്ഞുമാ ഞങ്ങൾ മുന്നിൽ പോകും. അതങ്ങനെ വിടുന്നതിന് വേണ്ടി അവൾക്ക് താങ്ങും തണലുമായി സർക്കാർ ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ ഒരു കാരണവശാലും വെച്ചു കൊടുത്തിട്ടില്ല. ഈ വിഷയത്തിൽ സർക്കാർ അതീവ ഗൗരവത്തോടുകൂടിയാണ് ഇടപെടുന്നത്. കുട്ടിക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും സർക്കാർ ഉറപ്പു നൽകും. കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സുരക്ഷാമിത്ര എന്ന പേരിൽ പുതിയ കർമ്മ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. സുരക്ഷാമിത്രയുടെ ഭാഗമായി സ്കൂളുകളിൽ അധ്യാപകരുടെ മുറിയിൽ ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കും. കുട്ടികൾക്ക് അവരുടെ പരാതികളും വിഷമങ്ങളും പേര് വെളിപ്പെടുത്താതെ എഴുതി ഈ ബോക്സിലിടാം. ആഴ്ചയിലൊരിക്കൽ പ്രധാന അധ്യാപകർ പരാതികൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയൊരു കർമ്മ പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരികയാണ്. സുരക്ഷാ മിത്രമെന്നാണ് കർമ്മ പദ്ധതി. ഈ പദ്ധതിയുടെ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കാനും സാധിക്കും. വനിതാ ശിശുവികസനം, ആരോഗ്യം, സാമൂഹ്യനീതി, തദ്ദേശ സ്വയംഭരണം, പോലീസ് തുടങ്ങിയ വകുപ്പുകളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കും. കുട്ടിയെ മർദ്ദിച്ച ശേഷം ഒളിവിൽ പോയ പിതാവ് അൻസാറും രണ്ടാനമ്മ ഷബീനയും പിടിയിലായി. ഇരുവർക്കുമെതിരെ നൂറനാട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ശിശുക്ഷേമ സമിതി ജില്ലാ ഓഫീസറോടും നൂറനാട് പോലീസിനോടും വിശദ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.